അമ്മയും മോളും അമ്പലത്തിൽ. അപ്പൊ മോൾക്ക് ജാളിത വന്നു. ഞങ്ങളുടെ അടുത്തുള്ള ഒരു അമ്പലത്തിലേക്കാണ് പോണത്. ജാളിത വരുന്നുണ്ടാവും. എനിക്കൊരു ജാളിത കൈവെത്തി കാണിച്ചതാ. അത് പുല്ല് ഞാൻ കണ്ടില്ലായിരുന്നു. എനിക്ക് വേണ്ടി വഴി ഒഴിച്ചിട്ട് ആദ്യായിട്ടാ. കാട് കാട് നീ കൂടെ കിടക്ക്. മുള്ള. ഹലോ. അയ്യോ ഒരു ഓപ്ഷൻ എവിടേക്ക് ഓടി പോണ? ഞാൻ പറഞ്ഞു. ഇന്നിപ്പോൾ ഞങ്ങൾ അമ്പലത്തേക്കാട്ടോ വന്ന് നോക്കണത്. വീടിൻ്റെ അടുത്തുള്ളൊരു അമ്പലമാണ്, ശിവൻ്റെ അമ്പലമാണ്. ഇടയ്ക്ക് ഞങ്ങളിവിടെ വന്ന് തൊഴാറുണ്ട്. ഇപ്പം മഴയൊക്കെ ആയ കാരണം വരവ് ഒത്തിരി കുറവാണ്. അപ്പം ഇന്ന് മഴയൊക്കെ ഒതുങ്ങി നിൽക്കണ കാരണം ഒന്ന് ഇറങ്ങിയതാണ്. ഇവിടെ വന്നപ്പോൾ നടയൊന്നും തുറന്നിട്ടില്ല കേട്ടോ. ഏകദേശം ഒരു 5:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. ഇതിൻ്റെ ഇടയിൽ ഇവളൊന്ന് വീഴാൻ പോയത് കണ്ട. ഇവള് വീഡിയോ എടുക്കാൻ വരുമ്പോൾ ആൾക്കാർ നോക്കണമെന്ന് പറഞ്ഞ് നീങ്ങി നിൽക്കാം. അപ്പോൾ ചെറിയൊരു ഡോസ് കൊടുത്തതാണ്. അപ്പം പിന്നെ കുറച്ച് വീഡിയോയിലൊക്കെ വന്ന് നിന്നു. ആരെങ്കിലും നോക്കണമെങ്കിൽ അപ്പം അവൾക്കൊരു ചമ്മലായി. ഇപ്പം എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. ഇപ്പം എനിക്കിങ്ങനെ വീഡിയോ എടുക്കാനുള്ള ചമ്മലോ മടിയോ അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ മറ്റുള്ളവരൊന്നും ശ്രദ്ധിക്കണില്ല. നമ്മൾ നമ്മുടെ കാര്യമായിട്ടാണ് മുന്നോട്ട് പോകും, അത്ര തന്നെ. പിന്നെ പുറത്തൊരു പ്രതിഷ്ഠയുണ്ട് മുരുകൻ്റെ. അപ്പോൾ ഇവിടെ തുറക്കുമ്പോൾ ഇപ്പോൾ അവിടെ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് തൊഴുതു വരുമ്പോഴേക്കും നടയൊക്കെ തുറന്ന് ഒന്ന് പ്രാർത്ഥിച്ച് കുറച്ച് ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ മനസ്സിനൊരു സമാധാനം കിട്ടും. അപ്പോൾ ആ സമാധാനത്തിന് വേണ്ടി ഓടി വന്നതാണ്. കുറച്ച് നേരം ഇപ്പോൾ ഇവിടെ ദൈവം തന്നെ പിടിച്ച് നിർത്തി. നീ കുറച്ച് നേരം ഇവിടെ നിൽക്ക്, എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പോൾ കുറേ ആയില്ലേ. ഇറങ്ങാൻ നിൽക്കണ നേരത്തെ നല്ല മഴയായിരുന്നു. അപ്പോൾ ആ മഴയൊക്കെ വല്ലാണ്ട് മാറാനല്ല, വലിയ ശക്തിയൊക്കെ കുറഞ്ഞപ്പോൾ ഞങ്ങൾ പതുക്കെ ഇറങ്ങി നടന്നു. നല്ല രസമാട്ടോ ഈ അമ്പലം കാണാൻ. പഴമയുള്ള ഒരു അമ്പലമാണ്. ഇപ്പം എല്ലാ അമ്പലങ്ങളും വാർക്കൊക്കെ ആയില്ലേ. ഒരുവിധ അമ്പലങ്ങളിലൊക്കെ വാർക്കായിട്ടാണ് കാണുന്നത്. ഇത് ഓടിട്ട് പഴമ സൂക്ഷിക്കുന്ന ഒരു അമ്പലമാണ്. അപ്പോൾ ഇവിടെ വന്ന് തൊഴുത് ഇറങ്ങി ഞങ്ങൾ. പിന്നെ ഞാൻ ഈ വഴിയിൽ കാണുന്ന പട്ടീനെയും പൂച്ചേനും ഒക്കെ വീഡിയോ എടുക്കും. ഇതിനെ മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ കിട്ടിയില്ല. ബാക്കിലൊരു വണ്ടി വരുന്നുണ്ടായിരുന്നു. പിന്നെ നേരെ പോയതൊരു ബേക്കറിയിലേക്ക്. അവിടെ ചെന്നപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസൊന്നും അവിടെ ഇല്ല. ചിപ്സൊന്നും അധികം ഇഷ്ടമില്ല. അപ്പോൾ 4 പരിപ്പോടെയും വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. ഈ ഒരു കടമ്പയാണ് ഏറ്റവും വലുത്. ഈ ഹൈവേ ക്രോസ് ചെയ്തിട്ട് അടുത്തത് ആ പുല്ലും വക്കോലൊക്കെ നിൽക്കണണ്ട, അതിൻ്റെ ഇടയിൽ കൂടെ നടന്ന് ഒരെണ്ണം കൂടി അങ്ങോട്ട് ചാടി കടന്നാലാണ് ഞങ്ങളുടെ വീടെത്താം. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ടാസ്ക്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.